ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ 1-2 ചേർത്ത് കൊടുത്താൽ മതി, ചെറുതാണെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു റോളർ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 2 മുട്ടയും കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. എന്താ പറയുക, പ്ലെയിനായിട്ട് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതുപോലൊരു ഫ്രൈ പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സിയിൽ ബ്രെഡ് നന്നായിട്ട് ഡീപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ പാത്രത്തിന് സൈഡൊക്കെ കവർ ചെയ്ത വിധത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സോസ് പാനിലും ചെയ്തെടുക്കാം. ബ്രെഡ് ഒറ്റ പീസായിട്ട് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുറിച്ചിട്ടും എല്ലാ വശവും ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം സൈഡോട്ടാക്കാണ്ട് സെൻട്രലായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മേലെ പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ തന്നെ ബ്രെഡ് നന്നായിട്ട് സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ആ മുകൾ വശം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ബ്രെഡാണിത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പോളയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഒന്ന് ഫോളോ ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.